മോളെ എന്താ കുടുംബശ്രീയുടെ കുറച്ച് സാധനങ്ങളാ. ഞാനിങ്ങനെ ഓരോ മഴ ചാറുണ്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇരുന്നോളെ. മോളെ കുടുംബശ്രീയുടെ കുറെ സാധനങ്ങളാ. കണ്ടോ, മുളകുണ്ട്, നല്ല മാന്ത ഉണങ്ങിയതുണ്ട്, മാന്തള് അല്ലേ? മാന്തളുണ്ട്. പിന്നെ ഇതാ ചെമ്മീൻ പൊടി നല്ലതാണ്. പപ്പടം, ഇത് നിങ്ങളുടെ യൂണിറ്റാ? പുഷ്പം അല്ലേ? ഇത് ഇങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം നല്ല ഉണക്കിയിട്ട്, മുളകൊക്കെ ഉണക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല പുളി ഉണ്ട്. 1/2 കിലോന്റെ പാക്കറ്റ് ആവും അല്ലേ? അതവിടെ ചേച്ചി ഇതൊന്നും വെച്ചാലേ സാധനങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട്. ഞാൻ 2-3 ദിവസം മുന്നേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാം വാങ്ങിയത്. അയ്യോ എന്റെ മോളെ, ഇതൊക്കെ ചെറിയ പൈസയല്ലേ ഉള്ളൂ. 30 രൂപ, ചെറിയ ചെറിയ പൈസയല്ലേ ഉള്ളൂ. 1-2 സാധനമെങ്കിലും എടുക്കും മോളെ. ഇത് എടുക്കല്ല ഇല്ലാന്ന് പറയല്ലേ ചേച്ചി. ഞാൻ എല്ലാ സാധനവും വാങ്ങിയതാ. അല്ല, അതിന്റെ ഒക്കെ വില എത്രയാ? ഇതിനാകെ 20 രൂപയുള്ളൂ. ഇതാ ഇത് 20 രൂപയോ? ഇത് കുറച്ചല്ലേ ഉള്ളൂ, 20 രൂപ. അത് കൂടുതലാ ചേച്ചി. എന്തിപ്പോ ഇത് 10 രൂപയുടെ ഉണക്കച്ചെമ്മീൻ പോലും ഇല്ല. സാധാ കടയിൽ ഇതിന് 10 രൂപയുള്ളൂ. ഒന്ന് മോളെ, ഇതിനാ ചില്ലറ പൈസ. എനിക്കിത് വിറ്റ് കഴിഞ്ഞാൽ ഈ കുന്നും മലയും കയറി ഇറങ്ങിയിട്ട് ഇത് ചെറിയ പൈസയെ കിട്ടുള്ളൂ. പണ്ട് എന്താ കാര്യം ചേച്ചി? ചക്കയാണ് കയ്യിൽ വെച്ചിട്ട് സ്വർണത്തിന്റെ വില തരാൻ പറ്റുമോ? ഒന്ന് മോളെ, ഇല്ലാന്ന് പറയല്ലേ. ഇത് കൊണ്ട് ചെന്നിട്ട് വേണം എനിക്ക് ഓരോ കാര്യങ്ങൾ നടത്താൻ. ചേച്ചി, എനിക്ക് വേണ്ടത് ഒന്നാമത് എന്റെ കയ്യിൽ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് ചേച്ചി. അതല്ല മോളെ, എന്റെ വീട്ടിലെ സ്ഥിതി അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ ഈ കാലും വയ്യ കയ്യും വയ്യാതെ ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് കൊണ്ടുനടക്കും. ഈ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് സഹായിക്കും. നോക്കി, ഇത് നല്ല ചെമ്മീൻ പൊടി. ഒന്ന് നോക്കിയാ നല്ലതാ. ഒരു പാക്കറ്റ് ചെമ്മീനും ഒരു ഉണക്കമീനും പപ്പടവും ഈ മുളകും തന്നേക്ക്. ബാക്കി ഒന്നും വേണ്ട ചേച്ചി. ഇതിനിപ്പോ എത്രയാണ് ഇതിനൊക്കെ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിനെത്ര? 20 രൂപ, 20 രൂപ, 50 രൂപയോ? ഇത് 100 പോലും ഇല്ല. മാന്തലിനൊക്കെ നല്ല വിലയുള്ളതല്ല. ഇത് ഞാൻ വില കുറച്ചിട്ടേക്കാ. ഇത് പപ്പടത്തിന് എത്ര? 30 രൂപയോ? കടയിലൊക്കെ 20 രൂപ ഉള്ളു ചേച്ചി. എന്തായാലും ഒരു കാര്യം ചെയ്യ ചേച്ചി, ഞാനേ ഇതിനൊരു 20 രൂപ തരാം. അതിപ്പോ മാന്തളല്ലേ, 20 രൂപയുടെ മാന്തളുള്ളൂ. 20, 25, 35, 35 എല്ലാം കൂടി ഒരു 50 രൂപ തരാം ചേച്ചി. അതിനുള്ള മുതലേ ഇപ്പൊ ഇതുള്ളൂ. പറയല്ലേ എന്റെ മോളെ, ഇത് കൊണ്ട് ചെന്നിട്ട് വേണം. എന്റെ മോൻ മരിച്ചു പോയതാ. എന്റെ മോന്റെ കുട്ടികളും ഓക്കാണെങ്കിൽ ഒരു പണിയില്ല, സുഖമില്ല. ഇത് കൊണ്ട് ചെന്നിട്ട് വേണം. അങ്ങനെ പറയല്ലേ, പൈസ കുറയ്ക്കല്ലേ. ഇതിനുള്ള മുതലില്ലാത്തോണ്ടാണ്. ശരി, നിങ്ങളുടെ ഗൂഗിൾ പേ ഫോൺ എടുത്തേ, ഗൂഗിൾ പേയിൽ അയച്ചുതരാം. അതൊന്നും എനിക്ക് അറിയൂല. എന്റെ കയ്യില് ഫോണും ഇല്ല. അയ്യോ, എന്റെ കയ്യില് ഫോണിലാ പൈസ. ഒന്നാമത് ഇതിന് ഭയങ്കര വിലയാ ചേച്ചി. വിലയാന്ന് മോനെ, നല്ല കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് ഇതുണ്ടോ, ചെമ്മീനുണ്ട്, നല്ല പപ്പട. ഇത് കുടുംബശ്രീ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതാ. ഒരു 50 രൂപ ഉണ്ട്, അയച്ചു കൊടുത്താളെ. അല്ലെ നിങ്ങളുടെ കയ്യിലുണ്ടോ ചില്ലറ? ഒരു 50 രൂപ കൊണ്ട് കൊടുത്താളെ. ചേച്ചി, അതിനുള്ള സാധനം ഉള്ളൂ ചേച്ചി. എന്തീ പറഞ്ഞത്? അതിനോടൊക്കെ വില പേശിനെന്തിനാ? ജീവിക്കാൻ മാർഗമില്ലാണ്ട് ഇറങ്ങണ 10 രൂപ കൂടുതൽ കൊടുക്കും. അല്ലാണ്ട് ഇതിനൊക്കെ വില പേശിട്ട് ഇത് ഈ ലുലുമാലിൽ പോയാലും നെസ്റ്റോലൊക്കെ പോയാലും ഇങ്ങനെ വില പേശോ? 100 എഴുതിയാൽ 100 കൊടുക്കില്ല, 50 എഴുതി 50 കൊടുക്കില്ല. അവിടെ പോയിട്ട് വില വെച്ചോ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് തരുമെന്ന് പറയും. എന്താ അണ്ടി? പാവപ്പെട്ടവരാരും എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ടി അവർ പ്രോത്സാഹിപ്പിക്കും. അല്ലാണ്ട് അതിന് വില കൊടുക്കുന്നില്ല. ചേച്ചിയാ, ഞാനേ ഇത് നിങ്ങള് 1/2 കിലോന്റെ നിങ്ങള് തന്നോളൂ. ഇതെല്ലാം ഒന്നും ഇവിടെ വേണ്ട. ആവശ്യം ഉണ്ടായിട്ടല്ല, അത് ഒരു പണിക്ക് ഇറങ്ങിയതാ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ പൈസക്കാളും കൂടുതലാണ്. നിങ്ങൾ ജീവിക്കുന്നല്ലേ. വെറുതെ ആൾക്കാരെ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അവരെ പ്രോത്സാഹിപ്പിക്കും. മോനെ, എനിക്ക് 100 പുണ്യം കിട്ടും. ചേച്ചിയാ, ഇതാ ഇത് വെച്ചോളി. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, പേരക്കുട്ടികളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കുക. ഇതേപോലെ ഇടക്കൊക്കെ നിങ്ങൾ പോരും, കുഴപ്പമില്ല കേട്ടാ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ മക്കളും ഉണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. സന്തോഷായി.